ഹലോ ഹായ് വണക്കം മകളെ വണക്കം. ഇന്നൊരു കിടിലൻ ഒരു പടം പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ പാക്ഡ്, എന്തൊക്കെയാണ് ഇപ്പോൾ പറയുക, ഒരു ആക്ഷൻ പാക്ഡ് കിടിലൻ ത്രില്ലർ പടമാണ്. ശരിക്കും പറഞ്ഞാൽ ടെറൻറ്റീനോ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഒരു കിൽബില്ല് ടൈപ്പ് പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനമാണ്. തുടക്കം തൊട്ട് തന്നെ സ്റ്റോറി ലൈനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇടും. പിന്നീട് അങ്ങോട്ട് പോണ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, കിൽ ബില്ലിന് ജോൺ വിക്കിലുണ്ടായ ഒരു മുതൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു കഥയിലെ ചെറിയൊരു ട്വിസ്റ്റാണ്, നമുക്ക് തുടക്കം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇതൊരു സർവൈവൽ ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലറാണ്, ഇതൊരു ഹൊറർ ത്രില്ലറാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെടുക്കാം. പക്ഷേ തുടക്കം തൊട്ട് ഒടുക്കം വരെ നല്ല ചോരക്കളിയാണ്, ചോര വാരി കോരി ഒഴുക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലെ പ്ലോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ വീട്ടിലെ ഒരു പീഡനവും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സഹിക്കാൻ വയ്യാതെ സഹോദരിയായിട്ട് മാറിപ്പോകുന്ന മൂത്ത സഹോദരി വഴിയിൽ വെച്ച് ഇവരുടെ അച്ഛൻ ഇവരെ പിടിക്കപ്പെടുന്നു. ആ സമയത്ത് മൂത്ത സഹോദരി അച്ഛനെ വെടിവെക്കുന്നു. പിന്നീട് അവർ ജയിലിൽ പോകുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാനുണ്ടാകുന്ന ഒരു സാഹചര്യവും, അപ്പോൾ രണ്ടാമത്തെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളുമാണ് പടത്തിനകത്തുള്ളത്. ഭയങ്കര വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. ആ ടൈപ്പ് ഒരു പടമാണിത്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആക്ഷനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ചിരിക്കാൻ തോന്നും, കാരണം ഫണ്ണായിട്ടുള്ള കുറേ ഷോട്ടുകളും ഫണ്ണായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസും പരിപാടികളും ഒക്കെ പിടിച്ചുകൊണ്ട് വരും. എന്നാൽ നമ്മൾ ഈ കൾട്ടുകളെ ചില സമയത്ത് ഇങ്ങനെ ഇത്രയും കോമഡി ആണോ എന്ന് തോന്നുന്ന രീതിയിൽ കൾട്ടുകളെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന് വെക്കാൻ ഈ പടത്തിന് പറ്റിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പടം അങ്ങ് സീരിയസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കോമഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് താനും. അപ്പോൾ ആ ഒരു രീതിയിൽ ഫുള്ള് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിരിക്കാനും ഉണ്ട്, മാസും ഉണ്ട്, ആക്ഷനും ഉണ്ട്, എല്ലാ പരിപാടികളും മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൊരു പരിപാടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ടെറൻറ്റീനോ സ്റ്റൈല് പടത്തിനുണ്ട്. ഭയങ്കര രസമാണ്, കാരണം ഷോർട്സ് ആണെങ്കിലും ടൈറ്റിൽ കാണിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സാസി ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയാണ്. പൊളി പെർഫോമൻസ് ആണ്, പുള്ളിക്കാരിയുടെ ഫ്ലെക്സിബിലിറ്റിയാണ് പടത്തിനകത്ത് ഹൈലൈറ്റ് സാധനം. പടത്തിൻ്റെ തുടക്കത്തെ ഒരു പോർഷനിൽ തന്നെ പുള്ളിക്കാരിയുടെ ഫ്ലെക്സിബിലിറ്റി കറക്റ്റായിട്ട് നമുക്ക് കാണും. ആ ഒരു രീതിയിൽ പുള്ളിക്കാരത്തി തുടങ്ങി വെക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, എൻ്റെ മോനെ അടിപൊളിയാണ്. നിങ്ങളിത് കണ്ടോണ്ടിരിക്കും. ഒരു മ്യൂസിക് ആണെങ്കിലും ഇതിപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഒരു ഹൊറർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രില്ലർ, സർവൈവൽ ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് സിനിസ്ട്രിസ്റ്റിക് അല്ലെങ്കിൽ ഓംനിയസൊക്കെ ആയിട്ടുള്ള മ്യൂസിക്കുകൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കുറേ എടുത്ത് നല്ല ഫൺ പിടിച്ചിട്ടുള്ള മ്യൂസിക്കൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പടത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ലെവലേ വേറെ റേഞ്ചാണ്. അപ്പം നമുക്കത് ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നൊരു സംഭവത്തിലേക്ക് പടം വരും. അതായത് എന്തിപ്പോൾ അതിന് പറഞ്ഞു തരിക, ഇപ്പോൾ ജോൺ വിക്ക് എടുത്താലും നമ്മൾ ആ ഒരു സീരിയസ്നെസ് ഉണ്ട്, അവിടുത്തെ ആക്ഷൻ സീൻസിനാണ് നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിലോട്ട് പോകും. ഇപ്പോൾ കിൽബിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും സ്റ്റോറി ലൈനിലൊരു ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ആക്ഷൻ സീക്വൻസുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെടും. പക്ഷേ ഇത് രണ്ടും അല്ലാതെ ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നൊരു ചെറിയൊരു സ്റ്റോറി ലൈനും കൂടെ ഉണ്ട്. എന്നാൽ ഹൊറർ പശ്ചാത്തലവുമാണ്. അപ്പോൾ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ആലോചിക്കുക. അങ്ങനത്തെ ഒരു സാധനമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പിന്നെ പട്രീഷ്യ ആർക്വേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്, പുള്ളിക്കാരി അതിനകത്ത് മെയിൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മെയ് ഹാല എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയുണ്ട്, പീറ്റേഴ്സൺ ജോസഫ് ഉണ്ട്, പിന്നെ ടോം ഫെൽട്ടൺ, ഹെദർ ഗ്രഹാം, അങ്ങനെ തുടങ്ങി നല്ല അത്യാവശ്യം നല്ല കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് മുഖം കാണിക്കാത്ത കുറേ ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾ പടം ഒന്ന് കണ്ടു നോക്കിയാൽ ഈ ത്രൂ ഔട്ട് ചോരക്കളിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു രീതിയിൽ തന്നെ കാണുകയും വേണം, എന്നാൽ ഫണ്ണായിട്ടുള്ള ഒരു രീതിയിൽ പോവുകയും ചെയ്യും. എസ്പെഷ്യലി കുറേ ഷോട്ടുകളാണെങ്കിലും കുറേ പരിപാടികളാണെങ്കിലും പടത്തിൻ്റെ മൂഡേ ചേഞ്ച് ചെയ്ത് കളയുന്നൊരു സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കണ്ടു നോക്കാൻ പറ്റിയ ഒരു കിടിലൻ പടമാണ് ദേ വിൽ കിൽ യു എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇനി ആമസോൺ പ്രൈമൊന്നും ഇല്ലാത്ത പാവങ്ങളാണ് നമ്മളുടെ പോലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുക, അവിടെ ഒരു ലിങ്ക് ഉണ്ടാവും. അതുവഴി നേരെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളുടെ ഒറ്റിറ്റിലേക്ക് എത്താനുള്ള വഴി ഉണ്ടാവും. സോ അവിടെ കയറുക, പടം അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. എനിവേ, നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ഇഷ്ടം വീണ്ടും കാണാൻ. ബൈ ബൈ.